ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് ആദ്യം പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം ആദ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം വജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം തദാതി സഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനീം താംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധിഭ്യേവ ച പതിനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, അനന്തകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അതൊന്ന് മ്യൂട്ട് ചെയ്തിരിക്കട്ടെ എല്ലാവരും. ഹരേ കൃഷ്ണ. മാതാജി ഒന്ന്, അംബിക മാതാജി ഒന്ന് നോക്കട്ടോ. നമ്മള് ഇന്നത്തെ അധ്യായം 2 അല്ലേ? ഇന്നലത്തെ അത് കഴിഞ്ഞില്ല, ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞല്ലേ നമ്മളെ? കഴിഞ്ഞല്ലേ അല്ലേ? രണ്ടാം അധ്യായം എന്ന് പറയുമ്പോ അത് ഗീത വിഷയ സംഗ്രഹം. അപ്പൊ നമുക്കറിയാം ഇത് ശരിക്കും നമുക്ക് 1 തൊട്ട് 18 അധ്യായം ഉണ്ടെങ്കിലും രണ്ടാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗീതയുടെ സമ്മറിന് 18 അധ്യായത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു സമ്മറി പോലെ കൊടുത്തിട്ടുള്ള ഒരു അധ്യായമാണ്. അപ്പൊ ഇതില് കർമ്മയോഗം കാണാൻ പറ്റും, ജ്ഞാനയോഗവും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഭക്തിയോഗവും നമുക്ക് ഇതില് കാണാൻ പറ്റും. 3 സെക്ഷനെയും ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് ഇതിൽ വരുന്നത് നമുക്ക് ഇനി അധ്യായത്തിലേക്ക് കടക്കാം. പിന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ബെറ്റർ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും ഇത് വായിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 10-20 ശ്ലോകങ്ങളും നമ്മൾ ഡെയിലി എടുക്കും. അപ്പൊ എല്ലാവരും അത് ഒന്ന് വായിച്ചു വരാം.
പിന്നെ നാമം ചെയ്യാൻ പറ്റുന്നവര് 1-2 തവണയെങ്കിലും നാമം ജപിക്കണം. ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകാനും, കാരണം ഭഗവാന്റെ കാര്യം ഇല്ലാണ്ട് നമുക്ക് ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നാമജപം നമ്മൾ ചെയ്യണം, ഭഗവാനോട് പ്രാർത്ഥിക്കണം. എന്നാലും നമുക്ക്, കാരണം എന്താ വെച്ചാൽ ഭഗവാൻ എന്ന് പറഞ്ഞു ബാക്കിയുള്ള ദൈവങ്ങളെ പോലെ അല്ലല്ലേ മനുഷ്യര്, നമ്മൾ ബാക്കിയുള്ള ദേവതകളെ പോലെയല്ല ഭഗവാൻ. അത് ഏറ്റവും ടോപ്പാണ്. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു പ്രൈം മിനിസ്റ്റർക്ക് കണക്ട് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റില്ല. അപ്പൊ അത്രയാണ്. അപ്പൊ ഭഗവാന്റെ പൊസിഷൻ അങ്ങനെയാണ് അല്ലെ. നമുക്കൊരു വീണ്ടും ഒരു സിമ്പിൾ ആയിട്ട് ഒരു മിനിസ്റ്ററെ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ എത്ര ചാനലിൽ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഭഗവാനെ കിട്ടണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയാണ് ശരിക്കും, അതിൽ ഭൗതികത ഒട്ടുമില്ല. ഭൗതികതയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാനെ നമുക്ക് കിട്ടില്ല എന്നാ പറയുന്നത്. ശരിക്കും മുകുന്ദൻ, മുക്തിദായകൻ, അത് ഭഗവാൻ മാത്രം. മുക്തി എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് പറഞ്ഞത് ഭൗതിക ലോകത്തിൽ നിന്നുള്ള ഒരു മുക്തി തന്നെയാണ് പറയുന്നത്. അത് ഭഗവാന് മാത്രം. അതാണ് മുകുന്ദൻ, മുക്തിദായകൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മൾ ഭൗതികതയിൽ തന്നെ നമ്മൾ ജരാനര വ്യാധി അതിൽ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ 17-14 ലോകങ്ങളിലും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊരു മുക്തി, മുക്തി എന്ന് മാത്രമല്ല പരമമായ ആനന്ദം. ഭഗവാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സച്ചിദാനന്ദ വിഗ്രഹ, അത് സത്യമാണ്, ശാശ്വതമാണ്, അത് ജ്ഞാനമാണ് അല്ലെ, പരമാനന്ദമാണ് ഭഗവാൻ. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ബേസിക്കായിട്ട് എന്തിനാ നമ്മൾ ഭക്തി ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. നമ്മൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്താനായിട്ട്. ഹരേ കൃഷ്ണ. നമ്മൾ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ ജന്മം വീണ്ടും പുനർജനിക്കാതിരിക്കാൻ ഭൂമിയിൽ. ജനിച്ചാൽ എന്താ പ്രശ്നം? പുനർജനിച്ചാല് എന്താ, നമ്മള് ഈ ഭൗതിക ദുഃഖങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. ഭൗതിക ദുഃഖങ്ങൾ നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ തേടുന്നത്? എന്താണ് ശരിക്കും? ഹരേ കൃഷ്ണ. പരമാനന്ദം. അതാണ് അതിന്റെ പോയിന്റ്. പരമാനന്ദം നമ്മൾ തേടുന്നു. ഭഗവാനെ കണക്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ പരമാനന്ദം. അതെന്തുകൊണ്ട് നമുക്ക് ആ പരമാനന്ദം ലഭിക്കുന്നത്? ഭഗവാനെ കിട്ടുമ്പോ ഭൗതിക ലോകത്തിൽ നമ്മൾ വിട്ടു നിൽക്കും. ഓക്കെ, ഭൗതിക ലോകത്ത് നിന്ന് വിട്ടു. ഓക്കെ, അപ്പൊ ഭഗവാനായിട്ട് അപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവില്ല. ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോഴോ നമുക്ക് പരമാനന്ദം കിട്ടുള്ളൂ. എന്തുകൊണ്ട് ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പരമാനന്ദം കിട്ടുന്നത്? അതായത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അംശങ്ങളാണല്ലേ നമ്മള്. അപ്പൊ ഭഗവാന്റെ അംശങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ വീട്ടിലേക്ക് വീണ്ടും കയറുമ്പോൾ എന്താണ്, നമുക്ക് ആനന്ദം കിട്ടും അല്ലെ. നമ്മൾ അച്ഛനമ്മേനെയും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെ കാണുമ്പോഴും അത് തന്നെയാണ് ശരിക്കും നടക്കുന്നത്. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞത് തന്നെ പരമാനന്ദാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് വീണ്ടും ഭഗവാനിലേക്ക് കണക്ട് ആകുമ്പോഴാണ് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതും. അതാണ് ആ പരമാനന്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനാണ് പരമമായ ആനന്ദം. ആ ആനന്ദത്തിൽ നമ്മളെ അംശം, നമ്മൾ ജീവാത്മാവ് എന്ന് പറഞ്ഞത് നമ്മൾ പരമാനന്ദത്തിലുള്ളതാണ്. നമ്മളെ ഉള്ളിലുള്ള ജീവാത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മൾ ശരിക്കും പരമാനന്ദത്തിലാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മളെ ചുറ്റുപാടുമുള്ള, അതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത്, ആ സൂക്ഷ്മ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, അതിന് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത് നമ്മള്. അപ്പൊ അത് കണക്ട് ആയി എടുക്കുന്ന കാരണം കൊണ്ട് നമുക്കത് ഉള്ളിലേക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അതിൽ കുടുങ്ങിക്കെടുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ ഒരു തണുപ്പ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തണുത്ത ഡ്രസ്സ് ഇടേണ്ടി വരും അല്ലേ, അവിടെ ജീവിക്കുന്നത് പോലെ. അതേപോലെ ആത്മാവ് ഇവിടെ വരുമ്പോൾ, ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ അതിനുള്ള ശരീരം അത് സ്വീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ശരീരം വിട്ടു പോയി കഴിഞ്ഞാലേ മാത്രമേ അത് അൾട്ടിമേറ്റ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ പറയുന്നുണ്ട്. ഓരോ സെക്ഷനുകൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈവൻ സൂക്ഷ്മ ശരീരവും കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് കടക്കുന്നത് പറയുന്നത്. അപ്പൊ അത്രയാണ്. അത് അൾട്ടിമേറ്റ് ഇതിന്റെ ലക്ഷ്യം എത്രേ ഉള്ളൂ. എന്തിനാണ് നമ്മൾ ഭക്തി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൾട്ടിമേറ്റ് എല്ലാവരും ലക്ഷ്യം, എല്ലാവർക്കും എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നമ്മള് ഒറ്റയടിക്ക് എന്താ പറയാ? ഹരേഷ്ണ, നമ്മൾ ഒരാൾ വ്യക്തി ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഏറ്റവും ആവശ്യമുള്ളതെന്ന് പറഞ്ഞ എന്താ വെച്ചാൽ പറയാം നമ്മള്? സന്തോഷം. അതാണ് പറയെല്ലാവരും അല്ലെ. സന്തോഷം, പരമമായ നമുക്ക് സന്തോഷം വേണം. അതിന് പല മാർഗങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്കിവിടെ സന്തോഷം കിട്ടാത്തതിന്റെ കാരണം എന്താണ്? നമുക്ക് ആഗ്രഹങ്ങൾ കൂടുന്നത് കൊണ്ട്.
നമുക്ക് കിട്ടാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഉദ്ദേശിക്കുന്ന ആനന്ദം നമുക്ക് ഇവിടെ കിട്ടണില്ല. നമ്മൾ ഒരു ആനന്ദം ഉണ്ട് അല്ലെ? ആ ആനന്ദത്തെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൗതിക ലോകത്തിൽ. അതിവിടെ കിട്ടാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ വേറെ സിമ്പിൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലെ? നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു. പക്ഷെ പരമമായ ആനന്ദം നമുക്ക് ഇവിടെ കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ ഒന്നിന്റെ പിറകെ ഒന്നിനെ പോയി അന്വേഷണമാണ് അല്ലെ? അപ്പൊ എല്ലാവരും ലക്ഷ്യം എന്ന് പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ സന്തോഷമാണ് അല്ലെ? അപ്പൊ അത് നമ്മളെ ആത്മീയ ലെവലിൽ പറയുമ്പോ ആനന്ദം, ആ പരമാനന്ദം തന്നെയാണ് എല്ലാവരും ലക്ഷ്യം. അതിലേക്കാണ് യാത്ര. നമ്മൾ അത് ഭഗവാനിൽ നിന്ന് മാത്രം കിട്ടുള്ളൂ. ഭൗതിക ലോകത്തിൽ അത് കിട്ടില്ല. ഭൗതിയിൽ അതിന് മായ എന്ന് പറഞ്ഞത് അത് തോന്നൽ മാത്രമാണ്, അതൊരു സന്തോഷമാണെന്ന്. അത് കഴിഞ്ഞ അടുത്തിലേക്ക് നമ്മൾ ജമ്പായിക്കൊണ്ടിരിക്കും. പിന്നെ അവിടെ ചെന്ന് അവിടെ നോക്കും, അവിടെ കിട്ടില്ല, അത് പിന്നെ അടുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് യാത്ര. അതാണ് നമ്മളെ ഈ ജന്മജന്മാന്തരങ്ങളോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞത്. ശരിക്കും അതാണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു. അതിൽ നിന്നുള്ള മുക്തി അത് ഭഗവാന് മാത്രമേ തരാൻ കഴിയുള്ളൂ. അത് പരമമായ ആനന്ദം. ഹരേ കൃഷ്ണ. ശരി, അപ്പൊ നമുക്ക് അടുത്ത ഈ അധ്യായത്തിലേക്ക് കടക്കാം. ഗീതാ വിഷയ സംഗ്രഹം. സഞ്ജയ് ഉവാച. സഞ്ജയൻ പറയുന്നതാണ് ആദ്യത്തെ ശ്ലോകം. തം തഥാ കൃപയാ വിഷ്ടം അശ്രുപൂർണകുലേഷണം വീഷദന്തമിതം വാക്യം ഉവാച മധുസൂദന. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാർദ്ദനായി അശ്രുകൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനെ അർജുനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ് അർജുന ആകെ വിഷമിച്ചിരിക്കണം അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബന്ധുമിത്രാദികളെ ഞാൻ എങ്ങനെ വധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെല്ലും ശരം ഒക്കെ താഴ്ത്തി വെച്ചിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ അത് കണ്ടിട്ട് മധുസൂദനൻ എന്ന് പറഞ്ഞ ഭഗവാൻ തന്നെ അല്ലെ? മധു എന്ന അസുരനെ വധിച്ചത് കാരണം കൊണ്ടാണ് മധുസൂദനൻ എന്ന് പറയുന്നത്. അപ്പൊ മധുസൂദനൻ പറയാൻ ഭഗവാൻ പറയണം. അതായത് അതിന്റെ കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ആ ശ്ലോകത്തിൽ കൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണീരുമെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ശാശ്വതമായ ആത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ആത്മസാക്ഷാത്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ആത്മാവിനെ അറിയുക. ആ ആത്മാവ് എപ്പോഴും എന്തിലിരിക്കുക? അത് പരമാനന്ദത്തിലാണ് ഇരിക്കുന്നത് അല്ലെ? ആ ആത്മാവ് അതാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ അവർ പരമാനന്ദത്തിൽ വലിയ വലിയ ആചാര്യന്മാരും ഒക്കെ ആ പരമാനന്ദത്തിലേക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ആ പരമാനന്ദം കിട്ടുമ്പോ ആ ചുറ്റുപാടുമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ബന്ധപ്പെടാറില്ല. അവിടെ കണ്ണീരുണ്ടാവും, വിലാപം ഉണ്ടാവും. അത് ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകതയാണ്. ഒരെണ്ണം കഴിയുമ്പോഴേക്കും അടുത്ത ദുഃഖം വരെ അല്ലെങ്കിൽ സന്തോഷം വരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതില്ലാതെ ശാശ്വതമായിട്ടുള്ള സന്തോഷം ആത്മാവിലുണ്ട്. ആ ആത്മാവിനെ സാക്ഷാത്കരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് നമ്മൾ രണ്ടു തരത്തിൽ, നമുക്ക് ശരീരമുണ്ട് മനസ്സുണ്ട് അല്ലെ? സാധാരണ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം, നമ്മുടെ ശരീരം. കാരണം ഭൗതിക പ്രകൃതിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശരീരവും വേണം അല്ലെ? അപ്പൊ ശരീരമായിട്ടുള്ള കാര്യം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ആത്മാവിനാണ് അല്ലെ? ആത്മാവിന്റെ ആത്മസാക്ഷാത്കാരം കിട്ടുന്നതോടുകൂടിയാണ് നമുക്കായ പരമമായ ആനന്ദം നമുക്ക് ലഭിച്ചു തുടങ്ങാം. അതാണ് അതിൽ പറഞ്ഞത്. അപ്പൊ പുറമേയുള്ള വിഷമങ്ങൾ കാര്യങ്ങള് അത് ക്ഷണികമാണ്. അത് കുറച്ചു കഴിയുമ്പോൾ മാറും വരും, ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മ ആത്മാവിന്റെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇതിൽ പറയുന്നത്. മധുസൂദന എന്നുള്ള ഒരു വേടിന്റെ കാര്യമാണ് പറയുന്നത്. മധുസൂദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു എന്ന രാക്ഷസനെ ഭഗവാൻ കൃഷ്ണൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുന് വേണ്ടത് തന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹം എന്ന അസുരനെ നശിപ്പിക്കലാണ്. അപ്പൊ അർജുനന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുന് പല സംശയങ്ങളുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സംശയങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ആസൂര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അതിനെ നമ്മൾ മാറ്റിക്കളയണം. അതിന് നമ്മൾ സംശയങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആസൂര്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതിനെ നശിപ്പിച്ചാലോ നമുക്ക് വിജ്ഞാനം, ആ ജ്ഞാനം നമുക്ക് ലഭിക്കുള്ളൂ. അതാണ് ഭഗവാൻ ആ സമയത്ത് അവിടെ മധുസൂദന എന്ന് പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ഭഗവാൻ പറയണാണ്. ശ്രീ ഭഗവാൻ ഉവാച കുതസ്തദാ കസ്മലാമിദം വിഷമേ സമുപസ്ഥിതം അനാചാര്യജുഷ്ടമസ്വർഗമകീർത്തികരം അർജുന. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് നയിക്കുന്നത്. അപ്പൊ അർജുനനെ പറ്റി ഭഗവാൻ ഒരു അഭിപ്രായം ഉണ്ട് അല്ലെ? വളരെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ്.
അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം, നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് ഇപ്പൊ ഞാൻ പറയില്ല, ചെറിയ രീതിയിൽ പറയുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു 90-95% ആ പെട്ടെന്ന് ഒരു 40% മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താ നിനക്ക് എത്ര പറ്റിയെന്ന് ചോദിക്കും. ഒരു 40% സ്റ്റുഡൻസ് ഒരു 30% കിട്ടണമെന്ന് നമ്മൾ അവരോട് ചോദിക്കില്ല. വളരെ ഡിഫറൻസ് വരുമ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ നിനക്ക് ഇത്രയും കുറഞ്ഞു പോയെന്ന് നമ്മൾ ചോദിക്കും. എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ചോദിക്കും, നിനക്ക് ഇതെല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ്, എന്താണ് ജീവിതം, എന്താണ് ധർമ്മം, ഇതൊക്കെ അറിയുന്ന വ്യക്തിയാണ്. പിന്നെ എന്താണ് നീ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് നിന്നെ സംബന്ധിച്ചത് അകീർത്തിയിലേക്കാണ് നിന്നെ കൊണ്ടുപോകാന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പരമസത്യത്തിനെ പറ്റി പറയണ 3 ഭാവങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഇത് അർജുനൻ അറിയാം, പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമസത്യം അതായത് ഭഗവാൻ അറിയുന്നതിനെ അതിന് സമാനമായ 3 ഭാവങ്ങളാണ് സാക്ഷാത്കരിക്കുന്നത്. അപ്പൊ നമ്മൾ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞല്ല. അപ്പൊ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ തന്നെ 3 ഭാവങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഭാവം എന്നാണ് ബ്രഹ്മം, അത് പിന്നത്താണ് പരമാത്മാവ്, പിന്നെയാണ് ഭഗവാൻ എന്നുള്ള 3 കൺസെപ്റ്റ് ഉണ്ട്. നമ്മളെ ആത്മസാക്ഷാത്കാരം നമ്മൾ യാത്രയാണ് അല്ലെ, ഭൗതികതയിൽ നിന്ന് വിട്ട് ആത്മീയതയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് 3 ഭാവങ്ങൾ ഉണ്ട്. 3 ഭാവങ്ങളിൽ കൂടെയാണ് കടക്കുന്നത്. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, അങ്ങനെ 3 ലെവലിൽ കൂടിയാണ് നമ്മൾ പോവാ. അപ്പൊ നമ്മൾ അതിന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനൊരു എക്സാമ്പിൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹം. ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, സൂര്യനെ കാണുമ്പോൾ അതിന്റെ ഒരു ജ്യോതി മാത്രം നമുക്ക് കാണുള്ളൂ അല്ലെ. പിന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മൾ ദൂരദർശനും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ സൂര്യന്റെ ഉപരിതലം നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഉള്ളിലേക്ക് നോക്കണം അല്ലെ. പിന്നെ കൂടെ നോക്കുമ്പോൾ അത് സൂര്യഗ്രഹം, ഒരു ഗ്രഹം മാത്രമാണെന്ന് നമുക്കത് മനസ്സിലാവും. സൂര്യഗ്രഹമാണ് അതൊന്ന് മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ഈ 3 ദിവ്യഭാവങ്ങളെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഉള്ളിലേക്ക് പോവുകയാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ സൂര്യപ്രകാശം ഉണ്ട്, സൂര്യ ഉപരിതലം ഉണ്ട്, സൂര്യഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഭഗവാന് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഭഗവാൻ സാക്ഷാത്കാരത്തിൽ എത്തില്ല. നമ്മൾ ഇവൻ ഭൗതികത മുഴുവനും വിട്ട് കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ സാക്ഷാത്കാരത്തിൽ എത്തില്ല. അതിൽ തന്നെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത് ആദ്യം ബ്രഹ്മമാവും, പിന്നെ പരമാത്മാവ് സാക്ഷാത്കാരത്തിലേക്ക് എത്തണം, പിന്നെ ഭഗവാൻ സാക്ഷാത്കാരത്തില്ല. നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബ്രഹ്മം എന്ന് പറയുമ്പോൾ പ്രകാശം, ഭഗവാന്റെ ബ്രഹ്മ ജ്യോതി മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ആ ആത്മീയത ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ പരമാത്മാ രൂപത്തിലുള്ള ചതുർഭുജ രൂപേണയുള്ള ഭഗവാനെ നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ പിന്നെ വൈകുണ്ഠനാഥന്മാർ എന്നാണ് പറയുന്നത്. അവിടെ വൈകുണ്ഠനാഥന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്ണു ഭഗവാനെ മാത്രമാണ് ചതുർഭുജ രൂപം എന്ന് പറഞ്ഞു. പക്ഷെ വൈകുണ്ഠങ്ങളിലുള്ള എല്ലാ നാഥന്മാരും, വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്, ആ വൈകുണ്ഠ ഗ്രഹങ്ങളിലുള്ള എല്ലാ നാഥന്മാർക്കും ശരിക്കും 4 രൂപമാണ്. നമുക്കും ഈവൻ ആത്മീയത വളർന്ന് ഭക്തിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ മുക്തി ലെവലുണ്ട്. 5 തരം മുക്തിയിൽ വരുമ്പോൾ ഭഗവാന്റെ രൂപം തന്നെ കിട്ടുന്ന പറഞ്ഞത് ആ ചതുർഭുജ രൂപം. അതാണ് പറഞ്ഞ പരമാത്മാവ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞത്. അപ്പൊ പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാവണം. ചതുർഭുജ രൂപയിലാണ് ഇവിടെയാണ്. അത് വൈകുണ്ഠം, അതിന് പിറകിലുള്ള സാധനം, ഒറിജിനൽ ആയിട്ടുള്ള സാധനം ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അത് ഗോലോക വൃന്ദാവനം, ഭഗവാന്റെ ലോകം മാത്രം. അതിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനും രാധാറാണി എന്നുള്ള പ്രേമഭക്തിയാണ് അവിടെ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പാണ് ആ പ്രേമഭക്തി. അവിടെ അങ്ങനെ 3 സാക്ഷാത്കാരങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി സാക്ഷാത്കാരൊക്കെ തെറ്റുണ്ട്. അപ്പൊ ഇതൊക്കെ അർജുനൻ അറിയേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടടക്കം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന് പറയുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ എന്ന് പറയുമ്പോൾ സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം ഇത് എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്നവനാണ് പരമമായ പുരുഷൻ. ഭഗവാന്റെ ഡെഫിനേഷൻ പരാശരി മുനി വ്യാസദേവന്റെ പിതാവായ പരാശരി മുനി പറഞ്ഞിട്ടുള്ളത് ഈ 6 ശക്തികൾ ആരൊക്കെയും ഉണ്ടോ ഫുള്ളായിട്ട് അനന്തമായിട്ട് അവരെയാണ് ഭഗവാൻ എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ചിലർക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ശക്തി ഉണ്ടാവും, യശസ് ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല. ഈ 6 ഗുണങ്ങൾ ഒരു കാലത്തും ഒരു വ്യക്തിക്കും ലഭിക്കില്ല അല്ലെ. അത് പരിപൂർണമായിരിക്കണം. അത് പരിപൂർണമായിട്ടുള്ളത് ഭഗവാൻ മാത്രമാണ്. അപ്പൊ ഭഗവാൻ സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞത് ഈ 6 ഗുണങ്ങളുള്ളതാണ്. അടുത്തത് അപ്പൊ ഭഗവാൻ എന്ന് പറയുമ്പോ ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദരാദി ഗോവിന്ദ സർവകാരണ കാരണ. അതാണ് ഈശ്വര പരമ സച്ചിദാനന്ദ വിഗ്രഹ. അപ്പൊ എപ്പോഴും ആനന്ദാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതാണ് സച്ചിദാനന്ദം, എപ്പോഴും ശാശ്വതമായിട്ടുള്ളത്. എപ്പോഴും ആ ജ്ഞാനം, സത്യം, അത് ഭഗവാനാണ്. എപ്പോഴും ആനന്ദം.
അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഭഗവാനെ കിട്ടുക എന്ന് പറഞ്ഞത് അത്ര ഈസി ഉള്ള കാരണം. നമ്മൾ പിടിക്കാൻ പോണ പോയിന്റ് അത്രയും ദൂരത്തുള്ളതാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി. നമുക്കൊരു പ്രൈം മിനിസ്റ്ററെ കാണാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ അല്ലല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ ഭഗവാൻ, അതിന് നമ്മൾ പറയുമ്പോൾ ചൈതന്യ മഹാപ്രഭു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പതിതമായ ആത്മാക്കൾ. ഭഗവാനെ പോയിട്ട് നമുക്ക് നമ്മളെ ധർമ്മം എന്താണെന്ന് നമുക്കൊന്നും അറിയാത്ത ഒരു അവസ്ഥയാണ്. അത് കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് അത് പതുക്കെ പതുക്കെ ഉയർന്നു വരാൻ കഴിയുള്ളൂ. അത്ര ലെവലിലേക്ക് നമ്മൾ താന്നു പോയി എന്നാ പറഞ്ഞു. പ്രത്യേകിച്ച് കലിയുഗത്തിന്റെ പ്രഭാവം തന്നെയാണ്. ഒരിക്കലും ഇനി വേറെയുള്ള നമുക്കറിയാം പല യുഗങ്ങളുണ്ടെന്ന് അറിയാം. പല യുഗത്തിൽ സത്യയുഗത്തിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അവിടെ ദാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആണ്. പിന്നെ അടുത്ത വരുന്ന ലെവലിലാണ് ത്രേതയുഗം. ത്രേതയുഗത്തിന് യജ്ഞങ്ങൾ, ഹോമം, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നു. പിന്നെ വരുന്നതാണ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ വരുന്ന വിഗ്രഹ ആരാധനകളാണ് വരുന്നത് കൂടുതലും. ഇവിടെ വരുമ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒന്നിനും സ്ഥാനമില്ലാത്ത കലിയുഗത്തിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അകപ്പാടെ ചെയ്യുമ്പോൾ നാമജപം. ഓരോ യുഗത്തിനും ഓരോ ധർമ്മങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കലിയുഗത്തില് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഭഗവാന്റെ നാമജപമാണ്. ആ നാമജപത്തിൽ കൂടി ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് കടക്കാൻ കഴിയും. അതാണ് സച്ചിദാനന്ദ വിഗ്രഹം, ഭഗവാന്റെ അവസ്ഥയിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ പരമാനന്ദത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്ന പറയുന്നത്. അതാണ് പ്രേമഭക്തി. നമ്മളെ ഭൗതിക ലോകത്തിൽ എപ്പോഴും പറഞ്ഞ കാമമാണ് അല്ലെ. ഭൗതിക ലോകം എപ്പോഴും കാമമാണ്, ആഗ്രഹങ്ങളാണ് അല്ലെ. അവിടെ എത്തുമ്പോൾ അതിന്റെ അപ്പുറം ആത്മീയ ലോകം എന്ന് പറഞ്ഞ പ്രേമമാണ്. അത് പ്രേമഭക്തിയാണ് അവിടെ വരുന്നത്. അതിലേക്കാണ് കാമത്തിൽ നിന്ന് പ്രേമത്തിൽ, അല്ലെങ്കിൽ ഭൗതിക നിന്ന് നമ്മൾ ആത്മീയതയിലേക്ക് കടക്കണം. ഇതാണ് പറയുന്നത്. അപ്പൊ ഈ ആര്യൻ എന്ന് പറയുമ്പോൾ, അർജുനൻ പറഞ്ഞ ആര്യൻ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര്യൻ എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ള വ്യക്തികളാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതം എന്താണെന്നും വില എന്താണെന്നും ആത്മസാക്ഷാത്കാരത്തിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് അർജുനൻ. എന്നിട്ട് നീ ഇതെന്താ ചെയ്തെന്നുള്ള കാര്യമാണ് ഭഗവാൻ ചോദിക്കുന്നത്. നെക്സ്റ്റ്, ക്ലൈബം മാസ്മഗമപാർത്ത നൈതത്യയോ പ്രപത്യതേ ശുഭ്രം ഹൃദയദൗർലഭ്യം തിക്തോദിഷ്ട പരന്ധവ. പാർത്ത, തരന്താണ് ഈ ആണത്വമില്ലായ്മകൾക്ക് അധീനരാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവന് ശുദ്രമായ ഹൃദയ ദൗർലഭ്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. അപ്പൊ ഭഗവാൻ ശരിക്കും അർജുന വഴക്ക് പറയുന്ന പോലെ തന്നെയാണ്. നീ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആണത്തരമില്ലാത്ത കാര്യങ്ങൾക്ക് അത്രയും വളരെ വളരെ പവർഫുൾ ആയിട്ട് തന്നെ വഴക്ക് പറയുകയാണ് അല്ലെ. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത്രയും വലിയൊരു വ്യക്തിയാണ്. ഇപ്പൊ പറയില്ലേ, നന്നായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു വ്യക്തി ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നീ എന്താ ഇത് ചെയ്യുന്ന ചോദിച്ചു കളയും. ഇത് തന്നെയാണ് അർജുനന് അത്രയും പവർഫുൾ ആണ്. എന്നിട്ട് നീ എന്താ ഇതിങ്ങനെ ചെയ്യുന്നത്? പിന്നെ കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഭഗവാൻ അങ്ങനെ അർജുന വഴക്ക് പറയാനുള്ള രണ്ട് കാരണങ്ങൾ പറയുന്നത്, ഒന്നും ഒരു ക്ഷത്രിയന്, അത് ക്ഷത്രിയ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന്റെ കുലത്തിനൊരു നമുക്ക് പറയില്ലേ, തറവാട് എന്ന് പറയില്ല, കുലത്തിന് പ്രത്യേകത ഉണ്ട്. ആ കുലം എന്ന് പറയുമ്പോൾ സ്വന്തം പിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാവരുതെന്ന് പറയുന്നു. കുരുവംശം, അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ പരമ്പര, അതേപോലെ ഇപ്പത്തെ അത് അച്ഛന്റെ അല്ലെങ്കിൽ പിതാവിന്റെ സൈഡിലുള്ള പരമ്പരയായാലും വളരെ പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെ അമ്മരെ സൈഡിൽ കുന്തിപുത്രി, പാണ്ഡവ, അപ്പൊ കുന്തിപുത്ര സൈഡില്ല, അവർ രണ്ടുപേരും അത്തരം പെർഫെക്റ്റ് ആയിട്ടുള്ള ആ വംശങ്ങളാണ്. അപ്പൊ നീ അവരെ പൈതൃകത്തെയാണ് നീ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ പൈതൃകത്തെ തന്നെ നീ നഷ്ടപ്പെടുത്തുന്ന പറഞ്ഞു. അപ്പൊ അത്രയും നമുക്ക് പറയില്ല, നമ്മള് ചില പറയില്ലേ, അപ്പൊ നമ്മള് പറയില്ല പാകിസ്ഥാനിലത്തെ കൾച്ചർ ആയിരിക്കില്ല അമേരിക്കയിലത്തെ കൾച്ചർ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലത്തെ ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ ഓരോ കൾച്ചർ നമ്മൾ എവിടെ ചെന്നാൽ ആ കൾച്ചർ നമ്മൾ കാണിച്ചിരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ എന്ന് പറഞ്ഞപ്പോ അല്ല, അപ്പൊ നീ ഇത്ര നല്ല കൾച്ചറുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ നിന്നാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും കാണിച്ചു. അതിൽ വീഴ്ച വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ ഭഗവാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം നിന്റെ കുലം അത് തന്നെയാണ്, അങ്ങനത്തെ കുലത്തിൽ നിന്ന് വന്ന കാരണം കൊണ്ട് നിനക്കിതൊന്നും പറ്റിയതല്ല. അപ്പൊ പാർത്ഥൻ എന്ന് പറയുമ്പോൾ പൃഥയുടെ, അതായത് കുന്തിയുടെ പേരാണ് പൃഥ. അപ്പൊ അത് പറയുന്നു. പിന്നെ ബന്ധം, അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നില്ല, അർജുനനായിട്ട് ഭഗവാന് ബന്ധമുണ്ട്. വാസുദേവരെ സഹോദരിയാണ് ശരി, അതിൽ കൃഷ്ണന്റെ പിതാവിന്റെ, അതിന് വാസുദേവന്റെ സഹോദരിയാണ് ശരിക്കും കുന്തി. അപ്പൊ കുന്തിയുടെ മകനാണ് അർജുനൻ. അപ്പൊ രണ്ടുപേരും കൂടെ ഉള്ള ആ റിലേഷനും കൂടെ, അപ്പൊ ഒന്നും കൂടെ നമുക്ക് പവർഫുൾ ഉണ്ടല്ലേ, നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഒരു പവർഫുൾ ആയിട്ട് തീരണം. നമ്മൾ റിലേഷൻസ് വരുമ്പോ കുറച്ചും കൂടെ ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ അർജുനൻ ഭഗവാൻ പറയുന്നതാണ്, ഒന്നാമത്തെ നീ രണ്ട് സൈഡിൽ നിന്നുള്ള അത്രയും ആ കുല പരമ്പരയിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്, അത്ര നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ്. പിന്നെ ഈ വില കുറഞ്ഞ കാര്യങ്ങൾ നീ എന്താണ് സംസാരിക്കുന്നത് എന്നാണ് ആ ചോദ്യം. അടുത്ത 4, അർജുന ഉവാച
കഥം ഭീഷ്മമഹം സഖ്യേ ദ്രോണാം ച മധുസൂദന ഇഷൂഭി പ്രതിയോത്സാമി പൂജാർഹവാര സൂദന. അല്ലെ അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹനായ ഭീഷ്മരെയും ദ്രോണരെയും പോലെയുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങൾ തിരിച്ചടിക്കും? അപ്പൊ അർജുനൻ ഭീഷ്മത്തോട് പറയുന്നു, ഇതൊക്കെ ശരി, എനിക്കറിയാം, ഞാനിങ്ങനെ കുലത്തിൽ നിന്ന് വരുന്നതാണ്, എനിക്ക് നോളജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഭഗവാനോട് ചോദിക്കണ്, ഞാൻ ഇത്രയും വലിയ ഭീഷ്മരും ദ്രോണരും അർജുനനെ സംബന്ധിച്ച് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഭീഷ്മരെന്ന് പറഞ്ഞത് പാണ്ഡുപുത്രന്മാരെ അത്ര സ്നേഹത്തോടാണ് വളർത്തിയിരുന്നത്. അതുപോലെ തന്നെ ദ്രോണർ എന്ന് പറഞ്ഞത് അർജുന അത്ര സ്നേഹത്തോടാണ്, അത് സ്വന്തം പുത്രനെ പോലെ തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. കാരണം അയാ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നതും അയാ ശിഷ്യനായിട്ട് അത്ര ഏറ്റവും വലിയ അരുമ ശിഷ്യൻ എന്ന് പറഞ്ഞത് ശരിക്കും അർജുനനാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈവൻ ദ്രോണാചാര്യര് ദ്രോണനെ വധിക്കാനുള്ള ആയുധടക്കം അർജുനന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും, അതായത് എന്നെ വധിച്ചാലും കുഴപ്പമില്ല, നീ വിജയിക്കണം, ആ ലെവൽ, അത്ര ലെവലുള്ള വ്യക്തികളാണ്. അപ്പൊ അവരെ ഞാൻ എങ്ങനെ വധിക്കും എന്നാണ് തിരിച്ചടി, അസ്ത്രം കൊണ്ട് എങ്ങനെ തിരിച്ചടിക്കും? അതിനൊരു ഉദാഹരണം തന്നെ പറഞ്ഞു കൊടുക്കണേ. അത് അങ്ങനെ ചോദിക്കണം എന്ന് പറയുമ്പോൾ, അതായത് ഭഗവാന്റെ തന്നെ പിതാമഹനാണ്, അതായത് വാസുദേവന്റെ അച്ഛൻ ഉഗ്രസേന ഗുരുവായ സന്ദീപിനി മുനി. അപ്പൊ ഭഗവാന്റെ ഗുരുവാണ് സന്ദീപിനി മുനി. അവരെ എതിർക്കാൻ കൃഷ്ണൻ തുനിയോ എന്ന് ചോദിക്കണം. അങ്ങോട്ട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. കാരണം എനിക്ക് ഇവരെ വധിക്കാൻ കഴിയില്ല, അതേപോലെ അങ്ങും ഇതേപോലെ ചെയ്യോ? കാരണം സന്ദീപിനി മുനിയെയും അതേപോലെ തന്നെ പിതാമഹനായ ഉഗ്രസേനയെയും അങ്ങ് വധിക്കുവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് പറയണത് ഗുരുജനങ്ങളോട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് അടക്കം പോലും അവരോട് ഒന്നും ഏർപ്പെടരുതെന്നാണ്. അത് അർജുനൻ പഠിച്ചിട്ടുണ്ട്, അങ്ങനത്തെ നിയമങ്ങള്. അപ്പൊ അത് വെച്ച് അർജുനൻ പറയണാണ്, അവരോട് നമ്മൾ അങ്ങനെ വാക്കുകൾ കൊണ്ട് തന്നെ പറയാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനൊക്കെ ചെയ്യാൻ കഴിയോ? ഇത് കൃഷ്ണനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അർജുനന് അറിയാം, എന്നാലും അർജുന യുദ്ധം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അർജുനൻ പഠിച്ച നിയമത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഭഗവാനോട് വാദിക്കുന്നു പല കാര്യങ്ങളും. അടുത്ത ശ്ലോകം. ഗുരു നഹ്യത്ത ഹി മഹാനുഭാവം ശ്രേയോ ഭോക്ത ഭവിഷ്യം പീഹലോകേ ഹത്വാർത്ഥ കാമാസ്തു ഗുരീന ഹൈവ ഭുഞ്ജീവ ഭോഗാൻ രുതിര പ്രതിജ്ഞാൻ. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകാം. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ഗുരുജനങ്ങളായ അവരെ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലങ്ങളായി തീരും. അപ്പൊ അതാണ്, കാരണം അർജുനന് ആ പേടിയാണ് സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആസ്വദിക്കുന്ന സുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഗുരുക്കന്മാരെ അല്ലെങ്കിൽ പിതാമഹന്മാരെ വധിച്ചിട്ട് അതിലൊരു സന്തോഷം അർജുനൻ ചിന്തിക്കണില്ല. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രത്യേകിച്ച് അർജുനന് അത്ര അറ്റാച്ച്മെന്റ് ആണ് ഇവരോട്, അതാണ് അതിൽ പറയുന്നത്. അപ്പൊ അവരെ വധിക്കാന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന് ചിന്തിക്കാനേ കഴിയണില്ല. പക്ഷെ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃതം ചെയ്യുന്നവനും വിവേകം നശിച്ചവനും ഗുരുവിനെ ഉപേക്ഷിക്കാം. കാരണം അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിതിലായാലും നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ ഗുരു ഏതായാലും അയാ ദുഷ്കൃതം ചെയ്യേ അല്ലെ വൈദിക നിയമങ്ങൾ തെറ്റിക്കുക അതിൽ നിന്ന് മാറിപ്പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളായാലും ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് മാറ്റാം എന്ന് നമുക്ക് സാങ്ഷൻ തരുന്നതാണ് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരത് തെറ്റ് ചെയ്ത് അതിന് നമുക്ക് അറിയാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ദ്രോണാചാര്യരും ഭീഷ്മരും പാഞ്ചാര്യരെ വസ്ത്രാവക്ഷേപം ചെയ്യുന്ന സമയത്ത് അവർ സൈലന്റ് ആയിട്ടിരുന്നു. അപ്പൊ അവരവരെ തെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് അവർ വധിക്കപ്പെടാം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ അതിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭീമരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയതുകൊണ്ട് അയാളുടെ പക്ഷത്ത് ചേരാൻ ബാധ്യസ്ഥരായി, സാമ്പത്തിക പരിഗണനയ്ക്ക് വശബദ്ധരായി. അവർ അപ്പരാരും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തെ അവർ ഗുരുത്വത്തിന്റെ മഹനീയ നഷ്ടപ്പെടുത്തി. അപ്പൊ നമുക്ക് ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആ പൊസിഷനിലുള്ള ആ വ്യക്തിയല്ല നമ്മൾ. അതാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിന് ചില റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ സ്ഥലത്ത് നമ്മൾ ഇരിക്കാൻ പാടില്ല. അപ്പൊ അവര് അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞു. അവര് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു. അപ്പൊ അതേ ആ സമയത്തിന് അവരത് സൈലന്റ് ആയിട്ട് ഇരുന്നു. രണ്ടുപേരും പ്രത്യേകിച്ച് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് അവര് സൈലന്റ് ആയിട്ടിരുന്നു. അപ്പൊ അങ്ങനെ ആ വിവേകം നശിച്ചവനാണ്. അപ്പൊ ആ വിവേകം നശിച്ച ഒരു ഗുരുവിനെ ഉപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവരെ വധിക്കാം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്.
അടുത്ത ശ്ലോകം ന ചെയ്തതി ന കതരന്നു ഗരിയോ ഏത്തോ ജയാമയതിവാന ജയേയു യാനേവ ഹത്തോ നിജീവിഷാമ സത്താവസ്ഥിത പ്രമുഖ രാഷ്ട്ര. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നത് ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിട്ട് എന്ത് കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിന് നമ്മുടെ മുന്നാകെ വന്നു നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ ഈ സമയത്തിന് അർജുന ആകെ കൺഫ്യൂസ് ആവണം. കാരണം എന്ത് ചെയ്യണം? കാരണം അർജുനനെ അറിയാം, ഈ നിയമങ്ങളും അറിയാം. കാരണം ഗുരുജനന്മാര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ശിക്ഷിക്കപ്പെടാണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരവരെ സ്ഥാനം മഹനീയത അവര് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ അതും അർജുനനെ അറിയാം. പിന്നെ സ്വന്തം അപ്പൊ അവര് വധിക്കപ്പെടേണ്ടെന്നും അറിയാം. പിന്നെ വധിക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ധർമ്മസങ്കടത്തിന് പേരണം. അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ പെടണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് പിന്നത്തെ ശ്ലോകത്തില് അത് ഭഗവാൻ പിന്നത്തെ ശ്ലോകത്തില് ഒരു സെക്കൻഡ് അപ്പൊ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിൽ തന്നെയാണ് അർജുന മഹാനായ ഒരു ഭക്തൻ മാത്രമല്ല അത്യന്തം വിവേകശാലിയും സുനിയന്ത്രണമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഭക്തൻ മാത്രമല്ല, ശരിക്കും ഭൗതികമായിട്ടുള്ള എല്ലാ മതനിയമങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഒരു മനസ്ഥിതി വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും? രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ താൻ ഭിക്ഷാടനത്തിന് ജീവിച്ചു കൊള്ളാമെന്ന നിലപാട് അദ്ദേഹം നിസ്സംഗതയെ വെളിപ്പെടുത്തുന്നു. കാരണം നിസ്സംഗത എന്ന് പറഞ്ഞാൽ സ്വന്തം ബന്ധുമിത്രാദികളാണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ അവരെ വധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് പറ്റണില്ല. അർജുന അറിയാം അതാണ് ശരിയെന്ന് അറിയാം, പക്ഷെ അത് ചെയ്യാൻ പറ്റണില്ല. അതിനേലും ഭേദം അവരുടെ ആ സ്നേഹമാണ് ശരിക്കും മമതയാണ് അർജുനന് സംഭവിക്കുന്നത്. ഒരു ആത്മീയ ഗുരുവായ കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദൃഢവിശ്വാസം സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളെ കൂടി ചേർന്നാൽ അദ്ദേഹത്തിന് ധർമ്മനിഷ്ഠയ്ക്ക് മാറ്റുകൂട്ടുന്നു. അപ്പൊ അതിന് നമ്മളൊരു ഗുരുവിന് ഇങ്ങനത്തെ സമയങ്ങളിലാണ് ഗുരുവിനെ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിലും അറിയാലേ, നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ സമയത്ത് നമ്മൾ നല്ലൊരു വ്യക്തിയുടെ ഉപദേശം നമ്മൾ തേടും. അപ്പോഴാണ് നമ്മൾ ആ വ്യക്തിയുടെ ഉപദേശത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അത് ജനറലായിട്ട് ഭൗതിക ലോകത്തിലും അത് തന്നെ നമ്മൾ ചെയ്യല്ലേ. എന്ന് പറഞ്ഞ പോലെ ആത്മീയ ലെവലിലാണെങ്കിലും ഇത് ഈ സമയത്ത് അർജുനൻ ശരിക്കും ഭഗവാനോട് സറണ്ടർ ചെയ്യണം. അടുത്ത ശ്ലോകം വരുന്നുണ്ട്. അപ്പൊ അർജുന മോക്ഷപ്രാപ്തിക്ക് സർവ്വത യോഗ്യനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ വരുമ്പോ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വ്യക്തിനെ നമ്മൾ സമീപിച്ചിരിക്കണം. അതാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആത്മീയതയിൽ വരുമ്പോ നമ്മൾ ഒരു ഗുരു എന്ന് പറയുമ്പോ നമുക്കറിയാം, ഗുരു എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കിയ വ്യക്തിയാണ്. അതായത് നമുക്കൊരു സയൻസ് ടീച്ചറെ എടുത്ത് പോയാലേ സയൻസ് പഠിക്കാൻ പറ്റുള്ളൂ, മാത്സ് ടീച്ചറെ എടുത്ത് പോയാലേ മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. ആത്മീയത പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയത അറിഞ്ഞ വ്യക്തിയായിരിക്കണം. അതാണ് നമ്മൾ ഗുരു പരമ്പരയിൽ കൂടി ആത്മീയത ആണ് ആഗ്രഹിക്കുന്നത്, ഭക്തിയാണ് ആഗ്രഹിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഭക്തി അല്ലെ ഭഗവാനെ അവരൊക്കെ ആയ കീർത്തനങ്ങളൊക്കെ എഴുതാന്ന് വെച്ചാൽ അവര് ഭഗവാനെ കണ്ടിട്ട് അങ്ങോട്ട് എഴുതണാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടല്ല, അത്തരം ഭക്തിയാണ്. അവര് ഭഗവാനോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം പ്രാണപ്രതിഷ്ഠകൾ, അപ്പൊ അവരൊക്കെ നേരിട്ട് ഭഗവാനെ കാണുന്നുണ്ട്. നമുക്ക് ചെല്ലുമ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ ശരിയാണെങ്കിലും നമ്മൾ കാണുന്ന രീതിയല്ല അവര് കാണുന്നത്. അപ്പൊ ആ സത്യം അവർ മനസ്സിലാക്കി, ആ സത്യത്തിലേക്കുള്ള വഴി അവർക്കറിയാം. അപ്പൊ ആ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാലേ നമ്മൾ ആ പൊസിഷനിലേക്ക് എത്തുള്ളൂ. അതാണ് പറഞ്ഞത് അർജുനൻ ആ മോക്ഷപ്രാപ്തിക്ക് സർവ്വത യോഗ്യനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. കാരണം അർജുന കൺഫ്യൂഷൻ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവാന് ശരണം പ്രാപിക്കുകയാണ്. അതിന് അടുത്ത ശ്ലോകം കാർപ്പണ്യദോഷോപഹത സ്വഭാവോ പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢചേതഃ യശ്രേയന്നിശ്ചിത ബ്രൂഹി തന്മേ ശിഷ്ടാസ്തേഹം സാധിമം തോ പ്രപന്നം. ദൗർലഭ്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. ഈ ശ്ലോകത്തിലാണ് ഭഗവാനോട് അല്ലെങ്കിൽ അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണ് അല്ലെ. പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ തന്നെയാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ തന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നാലും. കാരണം അല്ലാതെ എനിക്ക് റൂൾസും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ ധർമ്മസങ്കടത്തിലാണ് ഞാനിപ്പോ പെട്ടിരിക്കുന്നത്. അത് കാരണം ഞാൻ എന്നെ ഒരു ശിഷ്യൻ ഇത്ര നേരം എന്താണ് ഭഗവാൻ അർജുന ഒരു സുഹൃത്ത് ലെവലിലായിരുന്നു അല്ലെ, രണ്ടുപേരും കൂടെ. അപ്പൊ സുഹൃത്തിൽ നിന്ന് മാറ്റി എന്നെ അങ്ങ് അല്ലെ ഭഗവാനെ ഗുരുവാക്കി അർജുനൻ എടുക്കുകയാണ്. ഇവിടെ തൊട്ടാണ്
ശരിക്കും ഭഗവാൻ ഒറിജിനൽ ആയിട്ടുള്ള ഗീത പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഒരു ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഗീത ഉപദേശങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അർജുനൻ ശരിക്കും അത് ഭഗവാനായിട്ട് സറണ്ടർ ആവുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ഇനി ഭഗവാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ ഒരു ഗുരു പരമ്പരയിൽ കണക്ട് ചെയ്യുമ്പോൾ ഗുരു എന്താ പറയുന്നത് ആ പറയുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ടുള്ള പുരോഗതി നമുക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാല് 10 എന്നുള്ള നമ്മൾ 10 + 10 = 20 എന്ന് പറഞ്ഞത് നമ്മൾ 10 + 9 കൂട്ടും, അപ്പൊ 19 കിട്ടും, അപ്പൊ റിസൾട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ആ ശിരസ് നമ്മൾ ശരിക്കും അത് തന്നെ സ്വീകരിക്കണം എന്താ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളെ പുരാണങ്ങളിലായാലും നമ്മളെ ഇതേപോലത്തെ ഉപനിഷത്തിലും കാര്യങ്ങള് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ സ്വീകരിച്ചാലോ. കാരണം അവരത് കണ്ടിട്ടും അത് കഴിഞ്ഞിട്ടാണ് അവരതൊക്കെ എഴുതിയും അതുപോലെ ഋഷീശ്വരന്മാർ അതൊക്കെ ചെയ്ത് ചേർത്താന്നിട്ടുള്ളത്. അപ്പൊ അതിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഇത് ഈ ബുക്ക് തന്നെ ഭഗവത്ഗീത എന്ന ബുക്ക് എന്ന് പറയുമ്പോൾ പല ശ്ലോകങ്ങളും ചിലപ്പോൾ ചില ശ്ലോകങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് സെറ്റ് ആവില്ല. അങ്ങനെ പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭക്തിയാണ്. ഭക്തിയിൽ എല്ലാ ശ്ലോകങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഇല്ല എന്നല്ല, പക്ഷെ നമ്മളായ കറക്റ്റ് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയെന്ന് വരില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവിൽ കൂടി മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പൊ ജീവിത ലക്ഷ്യം നിറവേറ്റുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസനായ ഒരു അധ്യാത്മ ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. നമുക്കൊരു ജീവിത ലക്ഷ്യം ഉണ്ടെങ്കിൽ, നമുക്ക് അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ചിരിക്കണം. അതാണ് പറഞ്ഞത്, ആധ്യാത്മിക ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. അതാണ് നമ്മൾ ആചാര്യ പരമ്പര, ഏതെങ്കിലും ഒരു ആചാര്യ പരമ്പരയിൽ നമ്മൾ കണക്ട് ആയതിന് ആ കണക്ട് ചെയ്ത് ആ വഴിയിൽ കൂടെ യാത്ര ചെയ്താലേ നമുക്ക് അവിടേക്ക് എത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞു വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ 4 തരം സമ്പ്രദായങ്ങളുണ്ട്. ഒന്ന് ബ്രഹ്മ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം, പിന്നെ ലക്ഷ്മി സമ്പ്രദായം. അത് വൈഷ്ണവ രീതിയിൽ തന്നെയുണ്ട്. അങ്ങനെ പല സമ്പ്രദായങ്ങളും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും സമ്പ്രദായത്തിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. അത് ഭഗവാനിലേക്ക്, നമ്മൾ ഭഗവാനിൽ എന്ന് വെച്ചാൽ ഭഗവാന്റെ കണക്ട് ആയിട്ടായിരിക്കണം അത് വന്നിട്ടുള്ളത്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളും അതിനുള്ള ആധികാരികത ഉണ്ടാവും. അല്ല ഓരോരുത്തർ തോന്നുന്ന പോലെ എഴുതി വെക്കാൻ പറ്റില്ല. പിന്നെ അതിന് ചില നിയമങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്കൊരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അതിൻ്റെ സിലബസ് ഉണ്ട്, ആ റൂൾസ് ഉണ്ട്. ഓരോ ടീച്ചേഴ്സ് അവർ ഇഷ്ടത്തിന് എഴുതാൻ പറ്റില്ല, അതിന് അപ്രൂവൽസ് വാങ്ങിക്കണം. അതേപോലെ തന്നെയാണ് ഇത്. അപ്പൊ അതേപോലെ അതൊരു ഗുരു പരമ്പരയിലുള്ള നമ്മള് ബുക്ക് നമ്മൾ അതിന് പറഞ്ഞ ഈ ബുക്ക് നമ്മൾ വാങ്ങിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ആ ഗുരു പരമ്പരയിൽ വന്നിട്ടുള്ള ബുക്കാണ്. അപ്പൊ ആ ബുക്കിന് നമ്മൾ റെഫർ ചെയ്യണം, നമ്മൾ ക്ലാസ് എടുക്കണം. അത് കാരണം നമ്മൾ പറയുന്നത് ഈ ബുക്ക് തന്നെ വാങ്ങിക്കണം, ഈ ബുക്ക് തന്നെ പഠിക്കണം. കാരണം ബാക്കിയുള്ള ബുക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഭഗവത്ഗീത കുറച്ച് പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനങ്ങൾ എഴുതാം. അത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് പബ്ലിഷ് ആവും, അത് പിന്നെ പ്രസിദ്ധമാവും, പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. അത് പിന്നെ നോവൽ എഴുതുന്ന പോലെ ആയി കഴിഞ്ഞു. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളെ ലെവലിലല്ല ഇങ്ങനത്തെ ഗ്രന്ഥങ്ങൾ എഴുതാനും വ്യാഖ്യാനിക്കാനുള്ളത്. അത് ആചാര്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആധ്യാത്മികനെ, നമ്മൾ ആത്മീയമായിട്ടുള്ള മുന്നേറ്റത്താണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ആധ്യാത്മിക ഗുരുവിനെ കണ്ടുപിടിക്കണം. ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രം അറിയാതെ മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പട്ടികളെ പൂച്ചകളെ പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണ്ണനാണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമുക്കറിയാം നമ്മളെ ജീവിതം ആത്മീയതയിലേക്കുള്ള യാത്രയാണ്. ശരിക്കും മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ 84 ലക്ഷം ജനനങ്ങൾക്ക് 54 ലക്ഷം ജീവജാല ശേഷം ഒരു മനുഷ്യ ജന്മം കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ ആ ജന്മം വീണ്ടും നമ്മൾ പാഴാക്കി കളയരുത്. അത് ഭഗവാനിലേക്ക് നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മൾ പട്ടികളെയും പൂച്ചകളെയും പോലെ തന്നെ ഉദാഹരണം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ജീവിതം എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ റൊട്ടേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യാൻ വലിയ വലിയ ആത്മീയ ഗുരുക്കന്മാരോട് കണക്ട് ചെയ്ത് നമ്മൾ പോകണം. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ആവും. അത് ചിലപ്പോൾ ഈ ജന്മത്തിൽ തീരണമെന്നില്ല. നമ്മളെ ജന്മം എന്ന് പറയുമ്പോൾ നമ്മളെ ജന്മം എന്ന് പറഞ്ഞത് അനന്തമാണ് അല്ലെ. അത് പിന്നീട് വരുന്നുണ്ട് നമ്മുടെ ആത്മാവിനെ പറ്റി പറയുമ്പോൾ. ഭൗതികമായ ജീവിത വീക്ഷണത്തോടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ടുള്ള സമയം പാഴാക്കുന്നവനാണ് കൃപണൻ. നമുക്കറിയാം നമ്മളെ ജീവിതം എപ്പോഴും നമ്മുടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം ഇതൊക്കിനു വേണ്ടിയാണ് നമ്മളെ ജീവിതം. അതാണ് നമ്മുടെ ജീവിതം നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതല്ല ശരിക്കും. അത് നമ്മൾ ഭൗതികതയിലാകുമ്പോൾ നമ്മൾ അത് വേണമെന്നല്ലാണ്ട്, കാരണം നമുക്കത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഇതൊക്കെ എടുത്ത് കളയാൻ പറ്റില്ല അല്ലെ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ഇപ്പൊ നമ്മൾ പറയും നമ്മൾ സ്കൂളിലോ കോളേജിൽ പോകുമ്പോൾ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ പഠിക്കാന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് ആവശ്യമാണ്. അതിന്റെ ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ഉള്ള പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇത് നമ്മളെ ആവശ്യമാണ്. കാരണം ഭൗതിക ലോകത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് ചുറ്റുപാടിൽ കൂടെ നമുക്ക് പോകണം. ഇപ്പൊ പറഞ്ഞില്ല, എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ അങ്ങനത്തെ ഡ്രസ്സ് ഇടണം. അതിനോട് മസ്റ്റ് ഇല്ല. അതിനകത്ത് ആ ഡ്രസ്സ് ഇട്ട് അവിടെ ഇരുന്നാൽ മാത്രം പോരല്ല, പിന്നെ അതിന്റെ വർക്കുകൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യം
എന്ന് പറഞ്ഞത് ആത്മീയ സാക്ഷാത്കാരമാണ്. ഈ ജന്മത്തിലെ മാത്രം മനുഷ്യ ജന്മത്തിലെ മാത്രമേ മനുഷ്യന് സാക്ഷാത്കാരം ലഭിക്കുള്ളൂ. ഒരിക്കലും ബാക്കിയുള്ള ജന്മങ്ങളില് അവരൊക്കെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തുള്ള ജന്മങ്ങൾ, അതായത് മൃഗത്തിന്റെ ലെവലിലുള്ള എല്ലാ ജന്മങ്ങളും, മൃഗം അല്ലെങ്കിൽ വൃക്ഷങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ഓരോ കർമ്മങ്ങൾക്കനുസരിച്ച് അവർ തീർത്ത് പിന്നെ ഇങ്ങനെ കറങ്ങിയാണ് വീണ്ടും മനുഷ്യത്തിന്റെ ജന്മത്തിലേക്ക് വരുന്നത്. പിന്നെ മനുഷ്യന്റെ ജന്മത്തിലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും താഴത്തേക്ക് അങ്ങോട്ട് പോകും. അത് വീണ്ടും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മനുഷ്യ ജന്മത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഭൗതിക ലോകത്തിൽ കിടന്ന് ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സൗഹൃദ സംഭാഷണങ്ങൾ നിർത്തി അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ കൃഷ്ണനെ സ്വയം സമർപ്പിക്കുന്നു. ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമറ്റതാണ്. അപ്പൊ ഇത്ര നേരം ഗുരുവും ശിഷ്യനായിരുന്നില്ല, സുഹൃത്തുക്കളായിരുന്നു. ഇപ്പൊ അയാൾ സീരിയസ് ആയി. കാരണം അർജുനൻ പറയുന്ന അങ്ങ് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരൂ. നഹി പ്രവിശാമി മമാനുദ്യാത് ദൃശ്യോമുച്ചേഷണിമിന്ദ്രിയാണം അവാമി ഭൂമവസ്തനെന്ന മൃത്യം രാജം സുരാണിമഭിസാചാധിപത്യം. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ സമീപിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമർത്ഥവും എതിരാളികൾ ഇല്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിൽ പോലെ പരമാധികാരത്തിലുള്ള സാമ്രാജ്യം ലഭിച്ചാൽ എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കുന്നില്ല. വീണ്ടും അർജുന്റെ വിഷമങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എനിക്ക് എന്താ പറയുക, സ്വർഗലോകം പോലെ തന്നാലും എനിക്ക് ഈ ദുഃഖത്തെ മാറ്റാൻ കഴിയുന്നില്ല എന്നിങ്ങനെ വീണ്ടും അർജുനന്റെ വിഷമങ്ങൾ ഇങ്ങനെ അർജുനൻ ശരിക്കും സ്വീകരിച്ചു കഴിഞ്ഞു ഗുരുവായിട്ട്. എന്നാലും ആ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ പറഞ്ഞ ജീവിതത്തിൽ ചുട്ടുനീറുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹാരം കാണുന്നതിന് ഒരു ആചാര്യന്റെ സഹായമില്ലാതെ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വ്യക്തിനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ടാവും. ഒരാൾക്ക് വേറെ പ്രോബ്ലം ആയിരിക്കും, മറ്റൊരാൾക്ക് വേറെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവും. അത് അത് ഭൗതിക പ്രശ്നമാണത്. നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം സ്റ്റാർട്ടാവും. അപ്പൊ അത് എവിടെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് പല കർമ്മങ്ങളും ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളതാണ്. നമ്മുടെ ജന്മജന്മാന്തരമായിട്ടുള്ള പല കർമ്മങ്ങളും അത് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കർമ്മങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ട സമയമായിട്ടുണ്ടാവില്ല. അപ്പൊ അതേവരെ നല്ല ഇതിൽ പോകും. പെട്ടെന്നായിരിക്കും ഫലം പ്ലസ് ആയാലും മൈനസ് ആയാലും ഒക്കെ വരുന്നത്. അപ്പൊ ഇതെന്താണ് ഇതിന്റെ കാരണങ്ങൾ? ഈ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ പറ്റുന്നത് ഒരു ആധ്യാത്മിക ആചാര്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ശരണം പ്രാപിക്കാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ച പോലെ കൃഷ്ണബോധ ശാസ്ത്രത്തിൽ നിമുഖനായ ആർക്കും വിശ്വാസനായ ഒരു ആത്മീയ ഗുരുവാകാൻ സാധിക്കില്ല. ആത്മീയ ഗുരു എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് ആ സത്യം ഭഗവാനെ അറിഞ്ഞ വ്യക്തിയായിരിക്കണം. അതാണ് ആത്മീയ ഗുരു എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ രീതിയിലുള്ള ഗുരുക്കന്മാരെല്ലാം ഉദ്ദേശിച്ചത് ഒരു ആത്മീയ ഗുരു എന്ന് പറയുമ്പോൾ ആ സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ജനന, വാർദ്ധക്യ, രോഗമരണം എന്നിങ്ങനെ ഭൗതിക ജീവിതത്തിലെ സംബന്ധികളായ പ്രശ്നങ്ങളൊന്നും ധനാർജനം കൊണ്ടോ സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടോ പരിഹരിക്കാവുന്നതല്ല. അപ്പൊ നമുക്കറിയാം, നമ്മൾ ജനിക്കും, നമ്മൾ മരിക്കും. ഇത് നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലെ. വാർദ്ധക്യം നമുക്ക് വരും, രോഗം വരും. ഈ 4 കാര്യങ്ങൾ പറയുന്നത് ഇത് ഈ ഭൗതിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണ്. അത് ഒരിക്കലും നമുക്ക് എത്ര പൈസ ഉണ്ടായാലും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റീവ് ജോൺസൺ, നമ്മളെ ആപ്പിളിന്റെ സിഇഒ അറിയാലോ, 54-55 വയസ്സിൽ. അപ്പൊ പറയുന്നുണ്ട്, സബ്ജക്ട് തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്റെ അസുഖം അവരാരെടുക്കില്ലല്ലോ, അത് ഞാൻ തന്നെയല്ല അനുഭവിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, അതൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കാരണം, അത് എന്താ സംഭവിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറണം. അത് എങ്ങനെ മാറണം? അത് ഒരു ആത്മീയ ആചാര്യനിൽ കൂടി മാത്രമേ നമുക്കതിന് കഴിയുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ക്ഷീണേ പുണ്യ മർത്തിലോക വിശന്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷീണേ പുണ്യം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉപരിലോകങ്ങളിലേക്ക് പോകും. അതിന് തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഞാനത് ചോദിക്കണം, അപ്പൊ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ മുകളിലേക്ക് പോയി, അത് കഴിഞ്ഞ് താഴത്തെ കർമ്മങ്ങൾ ചെയ്ത് താഴത്തേക്ക് പോയി, അത് കഴിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുക? ഹരേഷ്ണ ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ വളരെ തെറ്റൊക്കെ ചെയ്തു. അപ്പൊ തെറ്റൊക്കെ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പാപം ചെയ്യുമ്പോൾ പാപത്തിന്റെ ലോകത്തിലേക്ക്, പാതാളം, അവിടേക്കുള്ള അതളം, വിതളം, സുതളം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ലോകങ്ങളുണ്ട്. ആ ലോകത്തിലേക്ക് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക? ഞാൻ അവിടെ തന്നെയാണ് കിടക്കുക പെർമനന്റ്. ഹരേഷ്ണ ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റും ആൻസർ? വീണ്ടും ഭൂമിയിലേക്ക് ജനിക്കും, ഭൂമിയിൽ വന്ന് പിറക്കും. അതെന്താ കാരണം? പാപങ്ങൾ തീരുമ്പോഴാ, പാപങ്ങളും പുണ്യം ഈക്വലാവുമ്പോ.
അതന്നെ അതാണ് ക്ഷീണ പുണ്യ മർത്യലോക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുണ്യം തീരുമ്പോൾ മർത്യലോകത്തിലേക്കും അതേപോലെ തന്നെ പാപം തീർന്നു കഴിഞ്ഞാൽ മർത്യലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു പെർമനൻസി ഇല്ല നമുക്ക്, ഇതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിന്ന് രക്ഷ നേടലാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത്. സഞ്ജയ് ഉവാച ഏവ മുക്ത ഋഷികേശം ഗുഡകേശ പരം തപ നായോത്സിതി ഗോവിന്ദ മുക്തോത്തിഷ്ണ ബഹുവഹ. സഞ്ജയൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ട് ശത്രുസംഹാരിയെ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന് കൃഷ്ണൻ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. അപ്പൊ വീണ്ടും അർജുനൻ ഗുരുവായിട്ടൊക്കെ സ്വീകരിച്ചാലും ആ വിഷമം കാരണം കൊണ്ട് എനിക്ക് ഇനി യുദ്ധം ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മൗനം പൂണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അർജുനൻ ഇപ്പൊ ഇതെന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ എന്നാണ് പറയുന്നത്. ആരാ? സഞ്ജയൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശത്രു സംഹാരിയായ പറയാൻ കാരണം ആ ലൈൻ ആ വേർഡ് അവിടെ ഉപയോഗിക്കാൻ കാരണം സഞ്ജയൻ എന്തുകൊണ്ട് ആ വേർഡ് ഉപയോഗിച്ചു എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോ സത്യം ഇതൊക്കെ ആരോടാണ് പറയുന്നത്? ധൃതരാഷ്ട്രരോടാണ് സഞ്ജയൻ ഇതെല്ലായിരുന്നു പറഞ്ഞു കൊടുക്കണത് അല്ലെ. അപ്പൊ ശരിക്കും ഇത് കേൾക്കുമ്പോ ധൃതരാഷ്ട്രർക്ക് സന്തോഷമാവും. കാരണം യുദ്ധം ചെയ്യാണ്ട് പോവല്ലേ, അപ്പൊ നമ്മൾ വിജയിച്ചില്ലേ. അപ്പൊ അതിന് പറഞ്ഞ കാരണം കൊണ്ടാണ് ആ അർജുനൻ എന്ന് പറഞ്ഞ വെറും ഒരു വ്യക്തിയല്ല, ശത്രു സംഹാരിയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞത്, ശത്രുക്കളെ സംഹരിക്കാൻ കഴിയുന്ന പരന്തപ. അത് പറയുന്നത് ആരോട്? ധൃതരാഷ്ട്രോട് പറഞ്ഞ കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം അത്ര തികഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും ആ വിഷമം കാരണം കൊണ്ട് ആ യുദ്ധക്കളത്തിൽ നിന്ന് പോകുന്നു എന്നാണ് പറയുന്നത്. തമുവാച ഋഷികേശ പ്രഹാസന്യവ ഭാരതാസേനയോരുഭയോർ മധ്യേ വിഷീദന്തമിതം വച. അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെ നടുവിൽ വെച്ച മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ദുഃഖിതനായിരിക്കണം. അപ്പൊ ഭഗവാൻ ഏത് സമയത്ത് അറിയാം? മന്ദഹാസാണ് അല്ലെ. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ചെറിയ കുട്ടികള് തെറ്റുകൾ ചെയ്ത് വഴക്കടിക്കുമ്പോൾ വലിയ വ്യക്തികൾ ഇരുന്ന് ചിരിക്കും അല്ലെ എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാം. അതിനെപ്പോഴും ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിയാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഭഗവാൻ അത് ഫീൽ ചെയ്യണം. അതിന് ഭഗവാൻ എപ്പോഴും ആ മന്ദഹാസം, ഭഗവാന് മാത്രം മന്ദഹാസം ഉള്ളല്ലേ. ബാക്കി ഏതൊരു ദേവദേവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അതാണ് ആ പുഞ്ചിരി അല്ലെങ്കിൽ ഒരു ആനന്ദം. ഭഗവാന് മാത്രമേ ആനന്ദമുള്ളൂ. ഭഗവാന്റെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. എല്ലാ കാര്യങ്ങളിലും എന്തൊക്കെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. പക്ഷെ ഏത് സമയത്തും ഭഗവാൻ ആനന്ദം മാത്രം ഭഗവാന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതാണ് എല്ലാവരും ഭഗവാനെ ഇഷ്ടപ്പെടുന്നതിന്റെ വേറെ രീതി ചിന്തിച്ചാലും ഭഗവാൻ ഇഷ്ടപ്പെടുന്ന അതാണ്. ഏത് പ്രശ്നങ്ങളിലായാലും എപ്പോഴും ആനന്ദത്തിൽ നിൽക്കുക. അത് സാധാരണ ആർക്കും കഴിയാത്ത ഒരു വ്യക്തിയാണത്. സുഹൃത്തുക്കളാൽ ഇരുവരെയും ഒരേ നിലയിലാണ്. ഒരാൾ സ്വമതയെ മറ്റൊരാൾ ശിഷ്യനായി. സ്നേഹിതൻ ശിഷ്യനോർത്ത് കൃഷ്ണ മന്ദഹസിച്ചത്. അപ്പൊ സ്നേഹിതൻ അപ്പൊ അതിനായ ഭഗവാന്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോ ഭഗവാൻ ഇതല്ലാതെ അറിയാം അല്ലെ. അപ്പൊ അങ്ങനെയാണ് മന്ദഹസിച്ചെന്ന് പറയുന്നത്. ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗുരുസ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോടെന്ന പോലെ ഗംഭീരത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ എന്താണ് ശരിക്കും ആ ഗുരു സ്ഥാനം ഭഗവാൻ സ്വീകരിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അർജുനോട്. അടുത്ത ശ്ലോകം. നാതേഹവാഹം ജാതുനാസം നാതോ നേമജനാധിപ നാചൈവ ന ഭവിഷ്യാമ സർവേ വയമദം പരം. അപ്പൊ ഇതില് പറയുന്നത് ഞാൻ ഇല്ലാതിരുന്നിട്ട് ഒരു കാലം ഉണ്ടായിട്ടില്ല. അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കാരുമാരെല്ലാം എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം എല്ലാവരും ഇല്ലാതാകുന്നില്ല. ഇവിടെ നിന്ന് തൊട്ടാണ് ഭഗവാൻ ശരിക്കും ഇപ്പൊ ഇതില് ജ്ഞാനം കൊടുക്കുന്നത്. ഇപ്പൊ ഇതില് ജ്ഞാനയോഗം നമുക്ക് വേണമെങ്കിൽ പറയും. ഇവിടെ തൊട്ടാണ് ശരിക്കും പറയുന്നത് ഞാൻ ഇല്ലാതിരുന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടിരുന്നിട്ടില്ല. അപ്പൊ ഭഗവാൻ അടുത്തത് ആത്മാവിനെ പറ്റിയുള്ള വർണ്ണന സ്റ്റാർട്ട് ചെയ്യണം. ഈ വർണ്ണന എന്ന് പറയുമ്പോഴാണ് ആത്മാവിനെ പറ്റി പറയുമ്പോഴോ നമുക്ക് ഇല്ലാതിരുന്നിട്ടുള്ള കാലവും അതേപോലെ തന്നെ എന്നും ഉള്ളത് നമുക്കിതൊന്നും ചിന്തിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ ചിന്താഗതി അനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ആത്മാവ്. അപ്പൊ നമ്മൾ ചിന്തിക്കാം. നീയും എന്ന് പറയുമ്പോൾ ഞാനും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാനും എന്നും നിലനിൽക്കുന്നതാണ്. അപ്പൊ എന്റെ മരണശേഷവും ഞാൻ നിലനിൽക്കും. അതാണ് നമ്മൾ ഈ പോയിന്റ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ വ്യക്തിത്വം എന്നും സനാതനമാണ്. നമുക്കൊരു വ്യക്തിത്വം ഉണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. ഇതിൽ നിന്നും അറിവ് എന്നാൽ പദാർത്ഥത്തിന്റെയും ജീവാത്മാവിന്റെയും രണ്ടിന്റെ നിയന്ത്രവ പരമനുഷ്യനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. അത് അടുത്ത അധ്യായത്തിൽ. അതായത് അറിവ് എന്ന് പറയുമ്പോൾ
അറിവ് എന്ന് പറഞ്ഞ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്, അതായത് ജീവാത്മാവ്, ഞാൻ എന്ന് പറഞ്ഞ ജീവാത്മാവാണ് അല്ലെ, ഞാനും ശരീരവും അതേപോലെ തന്നെ പരമാത്മാവും ഇത് തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ജ്ഞാനം, ആത്മീയ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഞാൻ എന്താണെന്നും അല്ലെ ആത്മാവ് എന്താണെന്നും പരമാത്മാവ് എന്താണെന്നും ശരീരം എന്താണെന്നുള്ള അറിവ്. നമ്മൾ അറിവ് എന്ന് പറയുമ്പോൾ സാധാരണ ഇതിപ്പോ നമുക്ക് മനസ്സിലായി എന്നുള്ള ചിന്താഗതി അല്ല, ആ അറിവ് ആത്മീയമായിട്ട് അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴാണ് ആ അറിവ് എന്ന് പറയുന്നത്. അതിനാണ് ശരിക്കും അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിനടിയാൽ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ശരീരം എന്ന് പറഞ്ഞത് നമുക്കറിയാം പഞ്ചഭൂത നിർമ്മിതമാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ശരീരം വെടിയുന്നതോടുകൂടി അത് ഇവിടെ തന്നെ അലിയും. അതിന് പറയണെന്ന് വെച്ചിപ്പോ നമ്മള് സൃഷ്ടിയിൽ വരുമ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ബിൽഡിംഗ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്, ഭൂമിയിലുള്ള മണ്ണും സിമെന്റും ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ചു കാലം അത് നിലനിൽക്കും, അത് കുറച്ചു കാലം നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോലെ. അപ്പൊ ആ മണ്ണും സിമെന്റ് എന്താ വീണ്ടും ഭൂമിയിലേക്ക് പതിക്കും. ഇത് തന്നെയാണ് സൃഷ്ടിയിൽ നടക്കുന്നത്, ഇത് തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നതും. ആ സൃഷ്ടി അതെന്ന് പറഞ്ഞാൽ ആ ബേസിക് മെറ്റീരിയൽ അത് എന്നും അതേപോലെ തന്നെ നിലനിൽക്കും, അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. കുറച്ചു നേരം സ്ഥിതി ഉണ്ടാവും, സൃഷ്ടി ഉണ്ടാവും, സ്ഥിതി ഉണ്ടാവും, സംഹാരം ഉണ്ടാവും. ഇത് പക്ഷെ ആ മെറ്റീരിയൽ ആ ബേസിക് സാധനം എന്നും അവിടെ തന്നെ നിൽക്കും. അപ്പൊ അപ്പൊ ആത്മാവ് മാത്രം, ആത്മാവിനെ പോലെ പ്രധാനം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ആ വ്യക്തി ശരിക്കും ജ്ഞാനിയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്നുള്ള ചിന്ത. ആത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം നമുക്കുണ്ട്. നമ്മുടെ വ്യക്തിത്വം നമ്മൾ എന്നും നശിക്കുന്നില്ല, ആത്മാവ് എപ്പോഴും. അതിന് ഞാനും നീയും രണ്ടും ഒരേപോലെ. നമ്മള് അഹം ബ്രഹ്മാസ്മി തത്വമസി അതൊക്കെ പറയണതിന്റെ പോയിന്റ് ഈ ശ്ലോകത്തിൽ നിന്നാണ്. എല്ലാതും ഒന്ന് തന്നെയാണ്. ഒന്ന് എന്ന് പറയുമ്പോ ഭഗവാന്റെ ശക്തിയിൽ നിന്ന് വന്ന കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഭഗവാന് വ്യത്യസ്തമാണ്, കാരണം ഭഗവാന്റെ ശക്തിയല്ല നമ്മുടെ ശക്തി, പക്ഷെ ഭഗവാന്റെ അംശമാണ്. അതേപോലെ ഭഗവാനെ പോലെ തന്നെയുള്ള എല്ലാ ക്വാളിറ്റിയും നമുക്കുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ ഭഗവാനെ പോലെ തന്നെ ആ പ്യൂരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതേ പവറിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. ഇപ്പൊ എത്ര നമ്മൾ ഉയരുന്നു, അതാണ് പറയുന്നത് ബ്രഹ്മദേവന്റെ ആ പെർസെന്റേജ്, പ്യൂരിറ്റിയുടെ പെർസെന്റേജ് നോക്കും. ബ്രഹ്മദേവൻ പരമശിവന്റെ ഒക്കെ ആ പെർസെന്റേജ് അടക്കം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 74, 78 എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മളൊക്കെ എത്തുമ്പോൾ 20%, 30% ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും മാലിന്യങ്ങളായിരിക്കും, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മളെ അവബോധമായിരിക്കും. അതൊക്കെ അവബോധം 100% ക്ലിയർ ആകുമ്പോഴോ ആ ഭഗവാന്റെ ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ സൂക്ഷ്മ ശരീരം നമുക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് കടക്കുമ്പോ ഈ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നുള്ളത് ഇത് മൂന്നും വിട്ടുപോകുന്ന പറഞ്ഞു. ലാസ്റ്റ് മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞതിൽ അഹംഭാവത്തിലേക്ക് കടക്കും. ഞാൻ അതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ആ ആത്മീയ ലോകത്തിലേക്ക് കടക്കുന്നത്. അടുത്ത ശ്ലോകം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ചരാ തഥാ ദേഹേന്ദ്ര പ്രാപ്തിരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമചിത്തനായ ഒരാൾക്ക് ആ പരിണാമത്തെ പറ്റി സംരംഭം ഉണ്ടാകില്ല. അപ്പൊ ആത്മാവിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ് ഇനി 3-4 ശ്ലോകങ്ങളിൽ വരുന്നത്. ആത്മാവ് എന്താണെന്ന് പറയുന്നത്. ആത്മാവ് എന്ന് പറയുമ്പോൾ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും വാർദ്ധക്യം. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് നമ്മള് യൗവനാവണ് പിന്നെ വാർദ്ധക്യം നമ്മ അറിയണില്ല അല്ലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മാവ് ഇത് അറിയില്ല. നമ്മള് ജനന മരണം എന്ന് പറഞ്ഞ പോലെ നമ്മള് ജന്മത്തിൽ ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് ആത്മാവ് പോകുന്നുണ്ട്. പക്ഷെ അത് അറിയേണ്ട കാര്യമില്ല, നമ്മൾ പറയണില്ല. നമ്മളെ മനസ്സും ശരീരവും ഇങ്ങനെ ഒരേ ഏജ്ഡ് ആകുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അറിയണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് കാരണം കൊണ്ട് അത് മനസ്സിലാക്കുന്ന വ്യക്തി അയാൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. ആ മനസ്സിലാക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞത് ആ ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി, അല്ലെങ്കിൽ ആ ആത്മീയ ജ്ഞാനം അന്വേഷിക്കുന്ന വ്യക്തി ആരായാലും. അപ്പൊ അവർക്ക് അറിയാം ഇതുകൊണ്ടൊരു കാര്യമില്ല, ഈ ജന്മം ഇത് ഭൗതിക പ്രകൃതിയുടെ നിയമമാണ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തല്ല. ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ വലുതായിക്കൊണ്ടിരിക്കും. അത് നമ്മളെ നിയമമാണ്, ഭൗതിക പ്രകൃതി നിയമമാണ്. അതിങ്ങനെ വരും പോവും. അതേപോലെ തന്നെയാണ് ആ ഒരു മരണാനന്തരം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞത്. ഒരു സെക്കൻഡ്.
അടുത്ത ശ്ലോകം. മാതാ സ്പർശത്ത് കൗന്ദേയ ശീതോഷ്മ സുഖ ദുഃഖദ ആഗപായിനോ നിത്യത തസ്മാദിഷ്ടസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളും വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും വിധിഗതികൾ എന്ന പോലെ അത്രേ. ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനായ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അപ്പൊ എന്താണ് നമ്മളെ സുഖദുഃഖങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. സുഖദുഃഖങ്ങളെല്ലാം ബേസിക് ആയിട്ട് വരുന്നത് നമ്മളെ ആത്മീയ ഭൗതിക ലോകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഭാരത എന്ന് പറയുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത എന്ന് പറയുമ്പോൾ അത് പിതാവിന്റെ സൈഡിൽ നിന്നും, കൗന്ദയ എന്ന് പറയുമ്പോൾ അത് മാതാവിന്റെ സൈഡിൽ നിന്നും, രണ്ട് സ്ഥലത്തും രണ്ട് ശ്ലോകങ്ങൾ പല സ്ഥലത്തും പല രീതിയിലാണ് പറയാം. അപ്പൊ കൗന്ദയ എന്ന് പറയുമ്പോൾ ഇത് മാതൃഭാഗത്ത്, അതായത് കുന്തിദേവിയുടെ ഇത് വരുമ്പോഴാണ് കൗന്ദയ എന്ന് പറയുന്നതും, ഭാരത എന്ന് പറയുമ്പോ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് വരുമ്പോ, പിതാവിന്റെ പരമ്പരയിൽ നിന്ന് വരുമ്പോ അതിനെ ഭാരത എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം. പുരുഷം പുരുഷഭാ സമദുഃഖം സമദുഃഖ സുഖധീരം സോമാവൃതദ്വയ കൽപ്പതേ. അല്ലയോ നരത്വം അർജുന, സുഖദുഃഖങ്ങളെ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാതെ വ്യക്തി നിശ്ചലമായി മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പൊ നമ്മൾ ആ മോക്ഷപ്രാപ്തി നമുക്ക് എങ്ങനെ ലഭിക്കാം എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദുഃഖമായാലും സുഖമായാലും ആ സമനില വിടാതെ, ദുഃഖമായാലും സുഖമാണെങ്കിലും നമ്മളെ ചിന്താഗതി അതായിരിക്കണം. അത് ഭൗതിക പ്രകൃതിയുള്ള പ്രത്യേകതയാണ്. അത് നമ്മളെ ബാധിക്കില്ല. നമ്മൾ എന്ന് പറയുമ്പോൾ ആത്മാവിനെ നമ്മളെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി ശരീരത്തിന്റെ കാര്യങ്ങളാണ് എന്നുള്ള ചിന്താഗതി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മോക്ഷപ്രാപ്തിക്ക് ലഭിക്കും. അപ്പൊ രണ്ടിനും സമമായിട്ട് കാണുന്ന ഒരവസ്ഥ, ദുഃഖമായാലും സുഖമായാലും ആ അവസ്ഥ നമുക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. നാശദോ വിദ്യതോ ഭാവോ നഭാവോ വിദ്യതോ സദാ ഉഭയോരഭിദുഷ്ടന്ത ദർശഭി. ഇല്ലാത്തതിന് ഒന്നിന ഭൗതിക ശരീരം നിലനിൽപ്പില്ല, സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരെത്രേ. രണ്ടിന്റെ സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അപ്പൊ ഇതിന് പറഞ്ഞ അത് തത്വജ്ഞാനികൾ അല്ലെ, തത്വദർശിനികളെ പറ്റി പറയുന്നുണ്ട്. തത്വദർശിനികൾക്ക് അവരിത് കണ്ടു കഴിഞ്ഞ വ്യക്തികളാണ്. അതാണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഗുരുക്കന്മാരൊക്കെ സത്യത്തെ അറിഞ്ഞ വ്യക്തികളാണ്. അവർക്ക് എന്താണ് ഭൗതിക ശരീരം എന്താണെന്ന് അറിയാം, ആത്മാവ് എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആത്മീയതാണ് അല്ലെ, അതിൽ നിന്നാണ് ആത്മാവ് വന്നിട്ടുള്ളത്. അപ്പൊ ആത്മാവും ഭൗതികം തമ്മിൽ രണ്ട് വസ്തുക്കളാ. അപ്പൊ അതാണ് ഒരിക്കലും ആത്മാവും ഭൗതികവും കണക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞത്. നമ്മള് ഭൗതികത്തിൽ നമ്മൾ ആത്മീയതയിലേക്ക് അല്ലെ ആത്മാവ് ഭൗതികതയിലേക്ക് വന്നാലും അതൊരിക്കലും ഭൗതികമായിട്ട് കണക്ട് ആവില്ല. അതാണ് ഇതിൽ പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അവിനാശി ദുഗ്ധത്തദീയേന സർവമിദം തദം വിനാശായ കശ്ചിത് കർത്തുമർഹസി. ശരീരത്തിൽ നിന്നും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ആത്മാവ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഒരു പോയിന്റിൽ അല്ല ഇരിക്കുന്നത്. അതൊരു എന്ന് പറയുന്നത് അത് ശരീരത്തിലെങ്കിലും വ്യാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യമാണ് ശരിക്കും പറഞ്ഞത്. അത് ശരീരത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കണം. അപ്പൊ ആ ചൈതന്യം ഇല്ലാതെ ശരീരം വർക്ക് ചെയ്യില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആ ചൈതന്യം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെ, നമ്മളെ ചെറിയൊരു അറിവ് വെച്ച് നമ്മളൊരു ആത്മാവ് ഒരു പോയിന്റിൽ ഇരിക്കുകയല്ല, അത് ശരീരം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന പറയണത്. അടുത്ത ശ്ലോകം. അന്തബന്ധ ഇമം ദേഹം. ഞാൻ ഈ ശ്ലോകം കൊണ്ട് വെച്ച് നിർത്താം. നിത്യ സോക്ത ശരീരണ അനാസീന പ്രയാസസ്യ തസ്മാദുത്യസ്യ ഭാരത. ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരേയമനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഈ ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവിന് നാശമില്ല. അപ്പൊ അത് നീ മനസ്സിലാക്കുക. അത് കാരണം നിനക്ക് യുദ്ധം ചെയ്യാം. നീ അതിന് കാരണം കൊണ്ട് ശരീരം മാത്രം നശിക്കുള്ളൂ, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം, സമയം 10 മണിയായി. ഇത്രയും പറഞ്ഞ ശ്ലോകത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. 18 കഴിഞ്ഞ് 19 തൊട്ട് നാളെ എടുക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, കാര്യങ്ങൾ ചോദിക്കാൻ? ഇതില് ആത്മാവിനെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ തുടങ്ങി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആദ്യം
അർജുനൻ ഭഗവാന് ശരണം പ്രാപിക്കണ്. ഭഗവാൻ പിന്നെ ആത്മാവിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് അതിന് എപ്പോഴും ശാശ്വതമായിട്ടുള്ള സ്ഥാനമുണ്ടെന്നും അത് പിന്നെ പറയണത് ശരീരത്തിൽ അങ്ങ് വ്യാപിച്ചിരിക്കുന്ന ആത്മസത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്നു. ഇങ്ങനെ പിന്നെ ആത്മാവിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വർണ്ണനകളാണ് അടുത്തടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത്. അപ്പൊ ഇനി ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞ ശ്ലോകങ്ങളിൽ ആത്മാവിനെ പറ്റിയുള്ള വർണ്ണനകൾ തുടങ്ങിയിരിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയൂ മാതാജി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണ് എനിക്കൊരു സംശയം. ഹരേ കൃഷ്ണ മാതാജി. കിട്ടുമോ? എന്താ പറയാ മാതാജി?